കർണാടകയുടെ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. സിദ്ധരാമയ്യയുടെ അടക്കം ഉള്ള കർണാടകയിലെ നേതാക്കൾ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെല്ലാവരുടെയും സാന്നിധ്യത്തിലാണിപ്പോൾ DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. ആൽവിൻ തോമസ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ആൽവിൻ, എന്തായാലും വിപുലമായ ചടങ്ങായിരുന്നു എന്നുള്ളതാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ, മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ VD സതീശൻ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെല്ലാവരും DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്കായി അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ആരൊക്കെയാണ് DKയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? എത്രമാത്രം വിപുലമായിരുന്നു ഇന്നത്തെ ചടങ്ങ്? സ്വാതി, വളരെ പ്രൗഢമായ ഒരു ചടങ്ങ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ DK ശിവകുമാർ അദ്ദേഹം മുഖ്യമന്ത്രിയായി കർണാടകത്തിൻ്റെ DK എന്ന നിലയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്തുന്നു. ഇത്രയും കാലം ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരിക്കുകയായിരുന്നു. 2023 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഉണ്ടായ ചില കോൺഗ്രസ് പാർട്ടിയിലെ അതിനുശേഷമുണ്ടായ ചില തർക്കങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. സിദ്ധരാമയ്യ ആദ്യ 2.5 വർഷക്കാലം ആകെ മുഖ്യമന്ത്രി എന്ന തരത്തിൽ DK ക്യാമ്പ് വിശ്വസിക്കുകയും അതിനുശേഷം DK ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരികയും ചെയ്യുമെന്നുള്ളതായിരുന്നു നേരത്തെ ഒരു ധാരണ എന്ന തരത്തിലാണ് അലിഖിതമായി ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നേരത്തെ അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിലൊക്കെയുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. സിദ്ധരാമയ്യ ആ സ്ഥാനത്ത് നിന്ന് കാലാവധി, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലാവധി 2 വർഷത്തിന് ശേഷം മാറിക്കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടിയിലേക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്കും ഈ ചർച്ചകൾ പോവുകയും പിന്നീട് അത് പലതവണ ചർച്ചകളായി ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒടുവിൽ DK യുഗത്തിലേക്ക് കർണാടക കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. DK ശിവകുമാരൻ നമുക്കറിയാവുന്നതുപോലെ വളരെ സംഘാടക മികവുള്ള ഒരു നേതാവായാണ് കോൺഗ്രസിൽ അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് അത് കർണാടകത്തിൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ പല തെരഞ്ഞെടുപ്പ് നടക്കുന്ന പല സംസ്ഥാനങ്ങളിലും അദ്ദേഹം പലപ്പോഴും മുൻപന്തിയിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഒക്കെ എത്താറുണ്ട്. അദ്ദേഹം വലിയ മികച്ച സംഘാടകൻ എന്ന നിലയിൽ കൂടിയാണ് DK അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇത് ആദ്യമായി കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്, കർണാടകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. DK ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. സിദ്ധരാമയ്യയെ കഴിഞ്ഞ ദിവസം അടിയന്തരമായി നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചാണ് ഇത്തരത്തിലൊരു പൊടുന്നനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസ് തീരുമാനിക്കുകയും പിന്നീട് മല്ലികാർജുന ഖാർഗെയും അതോടൊപ്പം തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളും കർണാടകയുടെ ചാർജ് വഹിക്കുന്ന രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ള ആളുകളും ചേർന്നുള്ള ചർച്ചകൾക്ക് ഒടുവിലാണ് എത്രയും വേഗം തീരുമാനത്തിലേക്ക് എത്തണമെന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും അങ്ങനെ സിദ്ധരാമയ്യ സ്ഥാനമൊഴിയാൻ തയ്യാറാകുകയുമായിരുന്നു. അങ്ങനെയാണ് DK ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നത്. അദ്ദേഹം നേരത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ DK മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഉപമുഖ്യമന്ത്രിയായി വരിക G പരമേശ്വരയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ കർണാടകത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് G പരമേശ്വര. അദ്ദേഹം ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അടക്കം 14 മന്ത്രിമാരുടെ പേരാണ് ഗവർണർക്ക് DK ശിവകുമാർ നൽകിയിരുന്നത്. അവരുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് നടക്കുക. 34 അംഗ മന്ത്രിസഭയാണ് കർണാടകത്തിൽ ഉണ്ടാവുക. അപ്പോൾ 14 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി ആ സ്ഥാനം ഏറ്റെടുക്കും, മന്ത്രി പദവി ഏറ്റെടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മലയാളികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒന്ന് KJ ജോർജ് ആണ്. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ കോട്ടയം ചിങ്ങവനം സ്വദേശിയായ ആളാണ്. കേളചന്ദ്ര ജോസഫ് ജോർജ് എന്ന KJ ജോർജ്, അദ്ദേഹം മുൻപ് കർണാടകത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഇത്തവണ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ UT ഖാദർ, അദ്ദേഹം മംഗലാപുരത്തു നിന്നുള്ള MLA ആണ്. അദ്ദേഹവും മലയാളിയായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ 2 പേർ മലയാളികളായിട്ടുള്ള 2 പേർ കർണാടക മന്ത്രിസഭയിലേക്ക് ആദ്യ സ്ഥാനത്തിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്ക് മലയാളികൾക്കും ഒരുപക്ഷെ അതും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ നിരവധി നേതാക്കൾ അവിടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിമാർ, ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ അവിടെ എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാവ് വീരപ്പ മൊയ്ലി, മുൻ മുഖ്യമന്ത്രി കൂടിയായ വീരപ്പ മൊയ്ലി, അദ്ദേഹവും ഈ ചടങ്ങ് കാണാനായി അവിടെ എത്തിയിട്ടുണ്ട്. വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് കോൺഗ്രസ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. DK ശിവകുമാർ അധികാരമേൽക്കുന്ന ചടങ്ങ്. DK ശിവകുമാർ ഇനി കർണാടകത്തിൻ്റെ യുഗം എന്ന നിലയിലാണ് അറിയപ്പെടുക. ആദ്യമായി അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. ഇതിനു മുമ്പും പലപ്പോഴും അദ്ദേഹത്തിന് പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിലും പക്ഷേ അത് സാധ്യമാകാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ വളരെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി അദ്ദേഹം തുടരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. കോൺഗ്രസ് അതിന് മാന്യമായ ഒരു അക്കോമഡേഷൻ നൽകുകയായിരുന്നു. അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യ സ്ഥാനമൊഴിയുമ്പോൾ അദ്ദേഹത്തെയും വളരെ കൃത്യമായി കോൺഗ്രസ് പരിഗണിക്കുകയും കൂടി ചെയ്ത കാഴ്ച നമ്മൾ
കണ്ടു. അദ്ദേഹത്തെ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ സ്ഥാനം നൽകിയിട്ടുള്ളത്. അതിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത ബോഡിയാണിത് പ്രവർത്തക സമിതി അംഗം. അതുകൊണ്ട് തന്നെ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലേക്ക് സിദ്ധരാമയ്യെ ഇത്തവണ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദം ഒഴിയുമ്പോൾ അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു ശ്രദ്ധേയമായ കാഴ്ച. ഏതായാലും 14 അംഗ മന്ത്രിസഭ ഇപ്പോൾ അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയുടെ മകൻ പുതിയതായി മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. വിവരങ്ങളാണ് ആൽവിൻ നൽകിയത്.